സോ മക്കളെ നമുക്ക് നെക്സ്റ്റ് ഫാക്ടറിനെ സംബന്ധിച്ച് പറയണം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആണ് അല്ലെ. കോൺസെൻട്രേഷൻ. സോ ടെമ്പറേച്ചർ പറഞ്ഞു, എൻസൈം ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ടെമ്പറേച്ചർ പറഞ്ഞു, pH പറഞ്ഞു, രണ്ടും ഒരേപോലെ തന്നെ അല്ലേ. തേർഡ് ഫാക്ടർ ഈസ് വാട്ട് മക്കളെ? കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ ഒരു 3 സ്റ്റാർ ഒക്കെ ഇട്ട് വെച്ചോളൂ. ഈ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് എന്നുള്ളത് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാര്യം ഇത് വെച്ചിട്ട് എൻ സി ആർ ടിയിൽ ഒന്ന് ഔട്ടും ജസ്റ്റ് എൻ സി ആർ ടി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഔട്ട് ഓഫ് എൻ സി ആർ ടി പഠിക്കാനുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കാര്യം എൻ സി ആർ ടി കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് എന്നുള്ള KM വാല്യൂ ഒരു ഫിഗറിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വാട്ട് എവർ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഈ ഒരു എൻസൈം എന്നുള്ള ഒരു മോളിക്യൂൾ ഉണ്ട്. അതിലേക്ക് ആര് വരികയാണ്? നമ്മുടെ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വരികയാണ് അല്ലേ. സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വരുന്നു, അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ ഒരുപാട് എൻസൈം മോളിക്യൂളുകൾ ഇങ്ങനെ ഉണ്ട് കണ്ടോ. നെക്സ്റ്റ് എൻസൈം മോളിക്യൂൾ, നെക്സ്റ്റ് എൻസൈം മോളിക്യൂൾ അല്ലേ. ഇങ്ങനെ എൻസൈം മോളിക്യൂളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, എൻസൈം മോളിക്യൂളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്? വളരെ സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ ഇനി എൻസൈം മോളിക്യൂളുകൾ ഇവിടെ ആൾറെഡി ഉണ്ട്. എൻസൈം മോളിക്യൂൾ ഈസ് റെഡി for the substrate to come and bind to it. So what happens when we increase the concentration of substrate? Yes, definitely the rate of reaction കൂടും അല്ലേ. കാര്യം അവിടെ ആ ഉള്ള എൻസൈമുകൾക്കൊക്കെ പണി കിട്ടും. ഓക്കെ, എൻസൈമുകൾക്കൊക്കെ പണി കിട്ടും എന്ന് വെച്ചാൽ നല്ല പണി, അതായത് അവരുടെ ആക്ഷൻ നിറവേറ്റാനുള്ള ഒരു ഫംഗ്ഷൻ കിട്ടി. അപ്പൊ എല്ലാവരും നല്ല കനത്ത പണിയിലായിരിക്കും. അപ്പൊ വാട്ട് ഹാപ്പൻസ് ഫോർ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ? റേറ്റ് ഓഫ് റിയാക്ഷൻ വിൽ ഇൻക്രീസ് അല്ലേ. റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടി പോവാണ്. അങ്ങനെ സബ്സ്ട്രേറ്റുകളൊക്കെ പ്രോഡക്റ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സബ്സ്ട്രേറ്റിന് കൂട്ടിയിട്ട് കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ സബ്സ്ട്രേറ്റ് ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവിടുത്തെ എൻസൈം എന്ന് പറയുന്നത് സൂപ്പർ ഹീറോസ് ആണ്. സൂപ്പർ ഹീറോസ് എപ്പോഴും കുറേ ഒന്നും ഉണ്ടാവില്ല, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ എൻസൈമുകൾ അവിടെ തീർന്നു. ഇനി ഇവിടെ സബ്സ്ട്രേറ്റ് കൂട്ടി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവിടെ ആ എൻസൈമിനായിട്ട് ബൈൻഡ് ചെയ്യാൻ ആ സബ്സ്ട്രേറ്റിനായിട്ട് ബൈൻഡ് ചെയ്യാൻ അവിടെ എൻസൈമുകൾ ഫ്രീ ഇല്ല. എൻസൈമുകൾ ആൾറെഡി സബ്സ്ട്രേറ്റിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് സാച്ചുറേറ്റഡ് മോഡിലാണ്. ഓക്കെ, ഇവിടെ ആൾറെഡി സാച്ചുറേറ്റഡ് മോഡിൽ ആയതുകൊണ്ട് ഈ സബ്സ്ട്രേറ്റുകളെല്ലാം ശശിയാവുന്നത് കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താവുന്നത്? ഒരു ഫിക്സഡ് റേറ്റിലേക്ക് പോകുന്നത്. അതായത് പിന്നീട് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിയിട്ട് വല്ല കാര്യവും ഉണ്ടോ? ഒരു കാര്യവുമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സിംപിളി ഇതിന്റെ ഒരു ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇതിന്റെ ഗ്രാഫ് മാത്രം പറഞ്ഞിട്ട് ഞാൻ ആദ്യം കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ കണ്ടോ, ഇതാണ് ഗ്രാഫ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ y ആക്സിസിലും x ആക്സിസിലും എന്താ എടുത്തത് എന്നുള്ളത് നോക്കണം. y ആക്സിസിൽ നേരത്തെ എൻസൈം ആക്ടിവിറ്റി, ഇവിടെ ടെമ്പറേച്ചർ ഓഫ് pH എന്നാണ് എടുത്തത്. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എടുക്കുകയാണ്. ഓക്കെ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നമ്മൾ ഇവിടെ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ തന്നെയാണ്. വെലോസിറ്റി ഓഫ് റിയാക്ഷൻ v. ഓക്കെ, സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്? നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇങ്ങനെ കൂടുന്നുണ്ട്. കണ്ടോ, റേറ്റ് ഓഫ് റിയാക്ഷൻ ഇങ്ങനെ കൂടി ഇങ്ങനെ പോവാണ്. പക്ഷെ ഒരു പെർട്ടിക്കുലർ എത്തിക്കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടിയിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കൂടിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് കാര്യമില്ല? അവിടെ എൻസൈമുകളെല്ലാം സാച്ചുറേറ്റഡ് ആയി അല്ലേ. സോ അത് ഇങ്ങനെ നേരെ പോകും. ഓക്കെ, എൻസൈമുകളെല്ലാം സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് ഇനി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ദിസ് പോയിന്റ് ഈസ് കാൾഡ് ആസ് Vmax എന്ന് നമുക്ക് പറയാം. എന്താണ്? ദിസ് പോയിന്റ് ഈസ് കാൾഡ് ആസ് Vmax അല്ലേ. ദിസ് ഈസ് Vmax. സോ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവില്ല, ദാറ്റ് ഈസ് Vmax by 2 അല്ലേ. സോ ദിസ് വിൽ ബി Vmax by 2. ഈ Vmax by 2 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ Vmax by 2 അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ പകുതിയാകാൻ നമുക്ക് ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എടുക്കേണ്ടി വരില്ലേ. ആ പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് Km. Km എന്ന് പറയുന്നത് മൈക്കലീസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. എൻസിആർടിയിൽ അത് പറയാതെ പറഞ്ഞ കാര്യമാണ് മൈക്കലീസ് കോൺസ്റ്റന്റ്. ദിസ് മൈക്കലീസ് കോൺസ്റ്റന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ എൻസൈം. ഓക്കെ, മൈക്കലീസ് കോൺസ്റ്റന്റ് എന്നാണ് ഇതിന് വിളിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻസൈമിന്റെ ആക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറിൽ ഒരു റോളാണ്. ഓക്കെ, സോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എൻസൈമിന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ സിംപ്ലി ആ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടി പോകുന്നു. ഓക്കെ, റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടി ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഫിക്സ് ആകുന്നു. കാരണം അവിടുത്തെ എൻസൈമുകൾ ആൾറെഡി സാച്ചുറേറ്റഡ് ആകുന്നു.
ഓക്കെ, സോ അതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഐ മീൻ അതിൻ്റെ എന്താ പറയുക റോള് പറയാനുള്ളത്. സോ നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റിൽ ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെ, ഓർ ഇൻക്രീസസ് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ. ഓക്കെ, അങ്ങനെ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതായത് റേറ്റ് ഇൻക്രീസസ് ഇൻ ബിഗിനിങ് എന്ന് പറയാം അല്ലെ, റേറ്റ് ഇൻക്രീസസ് ഇൻ ബിഗിനിങ് ബട്ട് അൾട്ടിമേറ്റ്ലി എന്താവും, becomes constant. ultimately becomes constant. എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് ആകുന്നത്? നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ ഈ സ്റ്റേജിൽ എൻസൈംസ് ആർ സാച്ചുറേറ്റഡ് അല്ലേ, because enzymes get saturated with substrate. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. സോ ഇനി സാച്ചുറേറ്റഡ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഫർദർ ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് won't actually increases the rate of the reaction. ഓക്കെ, ഇതാണ് അതിന്റെ ഹൈലൈറ്റഡ് പോയിന്റ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, സോ ഇത്രയാണ്. സോ ഇത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞാൽ മതി, ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് വരച്ചു വെച്ചാൽ വളരെ ചടങ്ങ് ഫിനിഷ് ആണ് അല്ലേ. സോ ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഓക്കെ, സോ ദിസ് ഇസ് ആദ്യ റേറ്റ് റിയാക്ഷൻ കൂടുന്നു, പക്ഷെ പിന്നീട് അത് ഫിക്സ് ആകുന്നു. ഓക്കെ ഫൈൻ. ഇവിടെ Vmax/2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ് Km or Michaelis constant. Okay, Michaelis constant. So Michaelis constant എന്താന്നുള്ളതും കൂടെ നമുക്ക് പറയണം. Okay, what is this Michaelis constant? ആ ഒരു ഗ്രാഫ് തന്നെ നമുക്ക് പറയാം. What is this Michaelis constant? Michaelis constantന്റെ പേര് Km എന്ന് കൊടുക്കാം അല്ലേ, Km. Okay, this is very important. Km ഓഫ് ദ എൻസൈം ആണ്. എൻസൈമിന്റെ ഒരു സിഗ്നേച്ചർ ആയിട്ട് നമുക്ക് പറയാറുണ്ട് കേട്ടോ ഈ Michaelis constant എന്നുള്ളത്. സോ Km ഓഫ് എൻ എൻസൈം എന്ന് പറയുന്നത് Km ഓഫ് എൻ എൻസൈം is equal to എന്താ, യെസ്, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ at which rate of reaction catalyzed by the enzyme, rate of the reaction becomes half the velocity or Vmax/2 ആകുന്ന ആ സമയത്ത് ഉള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വിളിക്കുന്ന പേരാണ് എന്ത്, ആ സമയത്തുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വിളിക്കുന്ന പേരാണ് യെസ് Km ഓഫ് ദ എൻസൈം. ഓക്കെ ഫൈൻ. സോ മക്കളെ ഈ Km എന്ന് പറയുന്നത് Km indicates, that is very very important. Km indicates affinity of enzyme to the substrate. This is very very important. And ഇത് മാത്രമല്ല important, Km indicates affinity of the enzyme to the substrate. Okay, ഞാൻ പറഞ്ഞു ആ ഒരു എൻസൈമിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് Km വാല്യൂ. ആൻഡ് അത് എങ്ങനെയാണ് ആ അഫിനിറ്റിയുമായിട്ട് Km വാല്യൂവിന്റെ മെഷർമെന്റ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡുമായിട്ട് റിലേഷൻ എന്നറിയോ? Km ആക്ച്വലി കൂടിക്കഴിഞ്ഞാൽ അഫിനിറ്റി കുറവാണ് എന്നാണ് അർത്ഥം. Km increases affinity of the enzyme to the substrate molecule decreases. Okay, ഇത് വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഞാനൊരു ഈ Km അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം. അത് കാണിച്ചാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ നമുക്കറിയാം, ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂൾ converting into product. This is catalyzed by enzyme E1 എന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ഇതിന്റെ ഒരു ഗ്രാഫ് നമ്മൾ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, ഇതിന്റെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് Vmax. സോ Vmax/2 ഇവിടെയാണ്. സോ Km വാല്യൂ കണ്ടോ, Km വാല്യൂ ഇവിടെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ Km. ഞാൻ Km1 എന്ന് എഴുതുന്നു. ഓക്കെ, കാരണം എൻസൈമിന്റെ പ്രോപ്പർട്ടിയാണ്. സോ ദിസ് ഈസ് Km1. സോ സിംപ്ലി സേ ഇത്ര സബ്സ്ട്രേറ്റിനെ കൂട്ടേണ്ടി വന്നു ഈ റിയാക്ഷൻ ഒന്ന് പകുതിയെങ്കിലും ആകാൻ. അതല്ലേ അർത്ഥം? ഓക്കെ, ഇനി ഞാൻ വേറൊരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറെ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷനിൽ ഞാൻ സെയിം കാര്യം തന്നെയാണ്, ഐ മീൻ സബ്സ്ട്രേറ്റ് സെയിം സബ്സ്ട്രേറ്റ് തന്നെയാണ്. ശരിക്കും നോക്കണം,
പ്രോഡക്റ്റ് ആയി മാറി, പക്ഷേ നമ്മൾ എടുത്ത എൻസൈം വേറെയാണെന്ന് വിചാരിക്കുക തൽക്കാലം. ഓക്കെ, സോ യെസ്, ഇതിന്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സപ്പോസ് ഇതാ ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. കണ്ടോ, ഇങ്ങനെ കിട്ടി. ഇതിന്റെ അർത്ഥം എന്താ? ഈ റിയാക്ഷൻ പെട്ടെന്ന് എന്തായിട്ടുണ്ട്? ഈ റിയാക്ഷൻ പെട്ടെന്ന് Vmax ആയിട്ടുണ്ട്. കണ്ടോ, Vmax ഇവിടെയാണ്, Vmax/2 ഇവിടെയാണ്. പക്ഷെ Km വാല്യൂ എത്ര ആയിരിക്കും? ഇത്രേ ഉണ്ടാവുള്ളൂ Km വാല്യൂ, അല്ലേ? സോ ദിസ് വിൽ ബി ദ Km2. ദിസ് വിൽ ബി ദ Km2. ഓക്കെ, Km2 ഇതാണ്. ഇതിൽ വാട്ട് ഈസ് യുവർ ഐഡിയ? Km1 ഇവിടെ ഈ സെക്കൻഡ് റിയാക്ഷനും ഫസ്റ്റ് റിയാക്ഷനും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏത് എൻസൈം മോളിക്യൂളിനാണ് സബ്സ്ട്രേറ്റുമായിട്ട് കൂടുതൽ അഫിനിറ്റി എന്ന് നോക്കിക്കഴിഞ്ഞാൽ സിംപ്ലി സേയിങ് നമുക്ക് പറയാം ഇവിടെയാണ് കൂടുതൽ അഫിനിറ്റി. കാരണം ഇവിടെയാണ് പെട്ടെന്ന് എന്ത് നടന്നത്? പെട്ടെന്ന് റിയാക്ഷൻ ഫുൾ ആയത്, അല്ലേ? സോ ഇത്ര സബ്സ്ട്രേറ്റിനെ കൂട്ടേണ്ടി വന്നിട്ടുള്ളൂ. ഇത്ര സബ്സ്ട്രേറ്റിനെ കൂട്ടിയപ്പോഴേക്കും അതായത് പകുതി അത്ര കോൺസെൻട്രേഷൻ ആയ, അതായത് Vmax/2 എത്തിക്കാൻ ഇത്ര സബ്സ്ട്രേറ്റിനെ കൂട്ടേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒന്ന് റിയാക്ഷൻ ഒന്ന് ഹാഫ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്സ്ട്രേറ്റിനെ ഇങ്ങനെ കൂട്ടി ഇത്രയും കൂട്ടേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം അവരുടെ അഫിനിറ്റി കുറവാണ് എന്നാണ് അർത്ഥം. ആ അഫിനിറ്റി കുറവായതുകൊണ്ടാണ് നമുക്ക് അത്രയും എൻസൈമിനെ കൂട്ടേണ്ടി വന്നത്. ഓക്കെ, അതായത് അത്രയും ആളുകൾ വന്നാൽ മാത്രമേ എൻസൈം ഒന്ന് ജസ്റ്റ് ഒന്ന് ഗെറ്റിംഗ് സാച്ചുറേറ്റഡ് ആവുള്ളൂ. പക്ഷെ ഇവിടെ ജസ്റ്റ് 1-2 ആളുകൾ കൂടി കൊടുത്തപ്പോൾ തന്നെ എല്ലാ എൻസൈമും കൂടെ ചാടി പിടിച്ചതുകൊണ്ടാണ് ഈ Vmax എന്തായത്? Vmax/2 ആയത് ഇവിടെ ഇത്രയും പെട്ടെന്ന്. സോ my point is Km is actually inversely proportional to affinity. As Km of a reaction അല്ലെങ്കിൽ as Km of an enzyme increases, the affinity will be decreasing. That is the important point which you should have in your mind. Okay, ഇത്രയും NCERT-യിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് നമുക്കൊന്ന് അറിയണം. Km indicates the affinity, okay, of the enzyme to the substrate എന്നാണ്. Km indicates the affinity of the enzyme to the substrate ആണ്. പക്ഷേ Km കുറവാണെങ്കിൽ, the concept എന്താ പറഞ്ഞത്? Km കുറവാണെങ്കിൽ അത്ര സബ്സ്ട്രേറ്റിനെ കൂട്ടിയപ്പോഴേക്കും റിയാക്ഷൻ പകുതിയായി എന്നാണ് അർത്ഥം. ഓക്കെ, Km കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരുപാട് സബ്സ്ട്രേറ്റിനെ കൂട്ടേണ്ടി വന്നു റിയാക്ഷൻ പകുതിയെങ്കിലും ആകാൻ. അതാണ് അവിടുത്തെ കൺസെപ്റ്റ്. ഐ തിങ്ക് യു ഗോട്ട് ദ ഐഡിയ നൗ മക്കളെ. സോ ഇത്രയാണ് ബേസിക് ഐഡിയ ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഈ ഒരു കൺസെപ്റ്റിൽ പറയാനുള്ളത്. പക്ഷെ നെക്സ്റ്റ് നമുക്ക് എൻസൈം ആക്ടിവിറ്റീനെ, എൻസൈം എന്നുള്ളൊരു സൂപ്പർ ഹീറോ ആണ്, പക്ഷെ ഈ സൂപ്പർ ഹീറോയിൽ വരുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ് inhibitors. Okay, so we have to next learn about what inhibition. So inhibition of enzyme, this is also very important. Okay, inhibition of enzyme is also very important in the sense NCERT-ന് എപ്പോഴും ചോദ്യം വരുന്ന ഒരു പ്രാക്ടിക്കലി നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഇൻഹിബിഷൻ ഓഫ് എൻസൈം. കുറച്ചുകൂടെ നമ്മൾ ഇൻ ഡെപ്തിൽ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഓക്കെ, സോ ഇൻഹിബിഷൻ ഓഫ് എൻസൈം നമുക്കറിയാം ഇത്രയേ ഉള്ളൂ. ഇൻഹിബിഷൻ ഓഫ് എൻസൈം എന്നുള്ളത് എൻസൈമിന്റെ ആക്ടിവിറ്റീനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആരെങ്കിലും ഒരാൾ എക്സ്ട്രാ ഒരു കമ്പോണന്റ് വരുന്നു, അതിനാണ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുക. അതായത് നമുക്കറിയാം എൻസൈമിലേക്ക് സാധാരണഗതിയിൽ എന്താ നടക്കുന്നത്? സപ്പോസ് ഇതൊരു എൻസൈം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കൺസെപ്റ്റ് ഉണ്ടാവണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. എൻസൈമിലേക്ക് ആര് വരുന്നു? സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വന്നിട്ട് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്, അല്ലേ? സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. സോ ഇതിന് പകരം ആൾറെഡി ഇവിടെ വേറൊരു വില്ലൻ ഈ ഒരു ആക്റ്റീവ് സൈറ്റിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. സോ ദാറ്റ് ദ സബ്സ്ട്രേറ്റ് കാണ്ട് ആക്ച്വലി ഗെറ്റ് ഇൻ ടു ദ ആക്റ്റീവ് സൈറ്റ്. അങ്ങനത്തെ കാര്യത്തിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വി ഹാവ് basically two types of inhibition mainly. Okay, that is competitive inhibition and non-competitive inhibition. Okay, so actually speaking, we have told inhibition എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. When the binding of a particular chemical to the enzyme diminishes the enzyme activity, the process is called inhibition and the chemical is called inhibitors. Okay, so we have two types of inhibition. Number one is competitive inhibition. According to your NCERT, we have to learn mainly on this competitive inhibition. So competitive inhibition ഇതാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനെ സംബന്ധിച്ച് പഠിക്കും. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ സിംപ്ലി ഒരു ഡയഗ്രാം വെച്ചിട്ട് തന്നെ കാണിക്കാം. നമ്മൾ നേരത്തെ എൻസൈം കാണിച്ചു, സബ്സ്ട്രേറ്റും കാണിച്ചിരുന്നു. പക്ഷേ സബ്സ്ട്രേറ്റ് ഇവിടെ പാട്ടും പാടി ഇങ്ങനെ വരികയാണ്. ഓക്കെ, സബ്സ്ട്രേറ്റ് ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സബ്സ്ട്രേറ്റ്. പക്ഷേ സബ്സ്ട്രേറ്റ് പാട്ടും പാടി വരുമ്പോൾ മനസ്സിലായി, കണ്ടോ, ഇവിടെ ആൾറെഡി താനിരിക്കേണ്ടടുത്ത് താൻ അവിടെ വല്ല പട്ടിയും കയറി ഇരിക്കുന്നു പറഞ്ഞ പോലെയാണ്, അല്ലേ? ഇതാണ് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, സോ ആക്ച്വലി സ്പീക്കിംഗ്
ഇവിടെ എന്താ സംഭവിച്ചത്? സബ്സ്ട്രേറ്റ് ബിക്കം സാഡ്. എന്താണ് സംഭവിച്ചത്? സബ്സ്ട്രേറ്റിന്റെ അതേപോലെ തന്നെ ഇൻഹിബിറ്റർ സ്ട്രക്ചറലി സിമിലർ ടു ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ആണ് ആൻഡ് ബൈൻഡിങ് ടു ദ സെയിം ആക്റ്റീവ് സൈറ്റ് ഓൺ ദ എൻസൈം മോളിക്യൂൾ ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റൂല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഒരുപാട് സബ്സ്ട്രേറ്റിന് അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ മതി. ഇതേപോലത്തെ സബ്സ്ട്രേറ്റിന് കൂട്ടി കൊടുത്താൽ ഇൻഹിബിറ്റേഴ്സിനെ ചവിട്ടി പുറത്താക്കാൻ പറ്റും. അത്രയും പോയിന്റുകൾ ഇത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ പഠിക്കുമ്പോൾ നമുക്ക് കൺസെപ്റ്റ് കുറച്ചൊന്ന് മാറുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഐ തിങ്ക് വി ഹാവ് ടോൾഡ് സം ഫാക്ട്സ്. അത് ഞാനൊന്ന് എഴുതാം. സോ ഹിയർ ഇൻഹിബിറ്റർ എന്തൊക്കെ പ്രോപ്പർട്ടി പറഞ്ഞു? ഇൻഹിബിറ്റർ മോളിക്യൂൾ ക്ലോസ്ലി റിസംബിൾസ് അല്ലെ, ക്ലോസ്ലി റിസംബിൾസ് substrate, closely resembles substrate in structure and inhibitor compete for different binding site ആണോ? No, for same binding site അല്ലെങ്കിൽ same active site, same binding site, that is active site of what? Of substrate. Okay, പിന്നെ നമ്മൾ പറഞ്ഞു ഇതിനാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു ദിസ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. നമ്മൾ സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ ഒരുപാട് കൂട്ടിയാൽ. സോ അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദിസ് ഈസ് റിവേഴ്സിബിൾ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സബ്സ്ട്രേറ്റ് ഇതാണെന്ന് വിചാരിക്കാം, എൻസൈം ഇതാണെന്ന് വിചാരിക്കാം. പിന്നെ ആൾറെഡി ഇവിടെ ഇൻഹിബിറ്റർ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇൻഹിബിറ്ററിനെ ചവിട്ടി പുറത്താക്കാൻ നമുക്ക് പറ്റും. നമ്മൾ ഒരുപാട് സബ്സ്ട്രേറ്റിനെ ഇങ്ങനെ കൂട്ടി പോയി കഴിഞ്ഞാൽ ഈ ഇൻഹിബിറ്റർ ഇവിടെ വന്നിരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, എന്നാണ് കൺസെപ്റ്റ്. ഫൈൻ, ബിക്കോസ് സെയിം സൈറ്റിലേക്കാണ്. സോ ഓക്കെ, സോ റിവേഴ്സിബിൾ ആണ് ഇൻ ദ സെൻസ് ബിക്കോസ് increase in concentration of substrate. Yes, increase in concentration of substrate, we can abolish the inhibition. Okay, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന്റെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന്റെ ഒരു ഗ്രാഫും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചടങ്ങ് ഫിനിഷ് ആണ്. ഓക്കെ, അതും കൂടെ ഞാൻ കാണിക്കുകയാണ്. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന്റെ ഗ്രാഫും കൂടെ ഞാൻ കാണിക്കുകയാണ്. മക്കളെ, നമ്മൾ ഇതുവരെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഇല്ലാതെ വരുന്ന ഗ്രാഫ് എങ്ങനെയായിരുന്നു? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ഇല്ലാതെ വരുന്ന ഗ്രാഫ് നമുക്കറിയാം. യെസ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രാഫാണ്. ഓക്കെ, ഇതായിരുന്നു ആ റേറ്റ്, റിയാക്ഷന്റെ ഒരു പ്രോഗ്രസ് ഇങ്ങനെയായിരുന്നു അല്ലേ? സോ ഇവിടെ ശരിക്കും ഞാൻ ആദ്യം ഉള്ള ഒരു റിയാക്ഷന്റെ റേറ്റ് ആണ് കാണിക്കുന്നത്. സോ ദിസ് ഈസ് അവർ Vmax by 2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ താഴെ എന്തുണ്ട്? യെസ്, താഴെ നമുക്ക് Km വാല്യൂ ഉണ്ട്. ഓക്കെ, Km വാല്യൂ ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിൽ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനെ വരുത്താൻ പോവാണ്. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ വന്നപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താ? ഈ ഒരു ഇത് കുറച്ചൊന്ന് സ്ലോ ആവാണ്. അപ്പൊ ഗ്രാഫ് ഇങ്ങനെ പോവായിരിക്കും അല്ലെ? പക്ഷെ മക്കളെ, നമുക്ക് ഇതിന്റെ റിവേഴ്സ് ചെയ്യാം. റിവേഴ്സ് ചെയ്തുകൊണ്ട് ഈ ഗ്രാഫിനെ ശരിക്കും നോക്കണം. ഈ ഗ്രാഫ് എന്തായി മാറുന്നുണ്ട്? ഇവിടെ തട്ടുന്നുണ്ട്. എവിടെ തട്ടുന്നുണ്ട്? Vmaxലേക്ക് തട്ടുന്നുണ്ട്. സോ Vmaxന് വല്ല മാറ്റമുണ്ട്. Vmax അറ്റൈൻ ചെയ്യാനുള്ള സമയം കുറച്ച് കുറഞ്ഞെന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ശരിക്കും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനം കാണാൻ പറ്റും. ഇവിടെ Km വാല്യൂ മാറുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് Km പ്രൈം എന്ന് ഞാൻ കൊടുത്തു. ദിസ് ഈസ് ദ Km ഡബിൾ പ്രൈം കൊടുത്തു. ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ വന്നപ്പോൾ ഈ നീല, ഇതാണ് വിത്ത് പ്രസൻസ് ഓഫ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. ദിസ് ഈസ് നോർമൽ എൻസൈം ആക്ടിവിറ്റി ഗ്രാഫാണ് ഈ പച്ച കാണിച്ചത്. ഇൻ പ്രസൻസ് ഓഫ് എ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ഗ്രാഫ് കുറച്ച് താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇങ്ങനെ കുറയാണ്. പക്ഷെ അത് എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്? നമ്മുടെ Vmaxലേക്ക് അറ്റൈൻ ചെയ്യുന്നുണ്ട്. സോ മക്കളെ, ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇൻ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ, യെസ്, Vmax remains the same. ഇത് Vmax remains the same. കണ്ടോ? Vmax remains the same, but Km value increases. This is very important. So Vmax remains the same,
ബട്ട് km value increases. km value അത് ഈ ഗ്രാഫ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഈ ഗ്രാഫ് ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ കിട്ടും. km ഇങ്ങോട്ട് കൂടി പക്ഷേ Vmaxലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇതും കൂടെ പഠിക്കണം കേട്ടോ. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനിൽ ഈ ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത് പഠിക്കണം. കാരണം നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അത് കൂടെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. ഐ തിങ്ക് ദാറ്റ് ഈസ് ക്ലിയർ ഫോർ യു. സോ മക്കളെ, നമുക്ക് നെക്സ്റ്റ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനിലേക്ക് കിടക്കാം. സോ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് ടു ലേൺ അബൌട്ട് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. ഓക്കെ, ഫൈൻ. ഈ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ മനസ്സിലാക്കേണ്ട കാര്യം, നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻസൈം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ അതിലൊരു ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇവിടെ ഞാൻ വേറൊരു സൈറ്റ് കാണിക്കാം. ഇതാണ് നമ്മളെ എൻസൈം അല്ലേ? എൻസൈം ഇതാണ്. ഓക്കെ, ഇതിലേക്ക് ആര് വന്ന് പാട്ടും പാടി വരികയായിരുന്നു? സബ്സ്ട്രേറ്റ് വന്ന് പാട്ടും പാടി ഇങ്ങനെ വരികയാണ്. ഓക്കെ, സോ സബ്സ്ട്രേറ്റ് വന്നു, ബൈൻഡ് ചെയ്തു. പക്ഷേ ഇവിടുത്തെ വില്ലൻ ഈ ഒരു സൈറ്റിലേക്ക് വന്നിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഇവിടുത്തെ വില്ലൻ ആരാന്നറിയോ? ഇവിടുത്തെ വില്ലൻ ഈ ഇൻഹിബിറ്റർ തന്നെയാണ്. പക്ഷേ ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യുന്നത് വേറൊരു സൈറ്റിലാണ്. ആ സൈറ്റിൽ ഇൻഹിബിറ്റർ വന്ന് ഇരിക്കുന്നത് കൊണ്ട് സബ്സ്ട്രേറ്റ് ഇവിടെ പാട്ടുമാടി വന്നിട്ടും ആർക്ക് വന്നിരിക്കാൻ പറ്റില്ല? സബ്സ്ട്രേറ്റിന് ഈ ഒരു സൈറ്റിലേക്ക് വന്നിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ആൾറെഡി ഇൻഹിബിറ്റർ ഈ ഒരു സൈറ്റിൽ വന്ന് ടച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റിയിരുന്നു. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ഇവിടെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇൻഹിബിറ്റർ ഈ ഒരു സൈറ്റിൽ ഉള്ളിടത്തോളം കാലം എത്ര സബ്സ്ട്രേറ്റിന് കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഈ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. That is why non-competitive inhibition is called as irreversible. Okay, fine. So മക്കളെ, ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഇത്രയേ ഉള്ളൂ. Non-competitive inhibitors yes are not structurally similar to substrate. Similar to substrate. Then first point, and here inhibitors bind at a different site. Different site എന്ന് പറഞ്ഞാൽ ഈ ആക്റ്റീവ് സൈറ്റ് അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അറ്റ് എ ഡിഫറെൻറ്റ് സൈറ്റ്. ആൻഡ് നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു. പക്ഷെ ഇവിടെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? Here we can't reverse. Non-competitive inhibition is irreversible. Okay, irreversible ആണ്. ഇത്രയും കാര്യങ്ങൾ അറിയണം. ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫും കൂടെ പഠിച്ചാൽ വളരെ ചടങ്ങ് ഫിനിഷ് ആയി. ഓക്കെ, സോ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? ഗ്രാഫ് നിങ്ങളൊരു ലോജിക് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. യെസ് ഐ തിങ്ക് മെനി ഓഫ് യു ക്യാൻ ആൻസർ. ഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ഗ്രാഫ് നമ്മൾ കാണിക്കുകയാണ്. ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെ പോയി. ഓക്കെ, പക്ഷേ ഇൻ പ്രസൻസ് ഓഫ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം ഇത് രണ്ടും ഒരേപോലെയാണ് കൂടുക. പക്ഷെ Vmax/2 എത്തിക്കഴിഞ്ഞാലാണ് ഈ ഒരു നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററിന്റെ റോള് കറക്റ്റ് വരിക. സോ കണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് പോവുക. സോ ഇവിടെ എന്താ നമുക്ക് മനസ്സിലായത്? Km വല്ല മാറ്റമുണ്ടോ? Km ആക്ച്വലി സെയിം ആണ്. കാരണം Vmax/2 വരെ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഹാഫ് ആകുന്ന വരെ ഈ ഒരു നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ അതിന്റെ ആക്ഷൻ എടുക്കുന്നില്ല. പക്ഷേ Vmax/2 ആയതിനു ശേഷമാണ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ കറക്റ്റ് ആക്ഷൻ എടുക്കുന്നത് എന്നാണ് കൺസെപ്റ്റ്. സോ കുറച്ച് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആയി കഴിഞ്ഞാൽ Vmax എപ്പോഴെങ്കിലും അറ്റൈൻ ചെയ്യോ? Vmax ഒരിക്കലും അറ്റൈൻ ചെയ്യില്ല. Vmax കണ്ടോ, ഇങ്ങനെയാണ് ഗ്രാഫ് പോവുക. കുറച്ചുകൂടെ ഒന്ന് കൂട്ടാം നമുക്ക് അല്ലേ? കുറച്ചുകൂടെ ഒന്ന് കൂട്ടാം. അതായത് എങ്ങനെ ഉണ്ടാകും? ഇങ്ങനെ ഉണ്ടാവും. ഒരിക്കലും Vmax അറ്റൈൻ ചെയ്യില്ല. ഓക്കെ, സോ ഇവിടെ എന്താ ചേഞ്ച്? ഇൻ പ്രസൻസ് ഓഫ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആണെങ്കിൽ എന്താണ് ചേഞ്ച്? നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററിൽ എന്തൊക്കെയാ Km വാല്യൂ റിമെയിൻസ് ദ സെയിം ആൻഡ് Vmax decreases. നേരത്തെ Vmax സെയിം ആയിരുന്നു, Km ഇൻക്രീസ്ഡ് ആയിരുന്നു. ഇവിടെ Km ഡിക്രീസ് ചെയ്തു ആൻഡ് Km remaining the same but Vmax decreases. So ഞാൻ ഇവിടെ നമ്മുടെ Vmax പ്രൈം എന്ന് എഴുതി, Vmax
ഡബിൾ പ്രൈം എഴുതി, ബട്ട് Km ഈസ് റിമൈനിങ് ദ സെയിം. ഓക്കെ, ഇതാണ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിലെ ഗ്രാഫിന്റെ പ്രത്യേകത. ആൻഡ് ഈ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിലെ ഒരു എക്സാമ്പിളും കൂടെ NCERT കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ചോദിക്കുന്ന എക്സാമ്പിൾ ആണ് കേട്ടോ. കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിന്റെ എക്സാമ്പിൾ NCERT കൊടുത്തത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, competitive inhibition of competitive inhibition of succinate dehydrogenase എന്നാണ് NCERT കൊടുത്തത്. Inhibition of succinate dehydrogenase by malonate. So inhibition of succinic dehydrogenase. Inhibition of succinic dehydrogenase by which enzyme? By malonate. Okay. ഇവിടെ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ ക്രബ് സൈക്കിൾ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റിയാക്ഷൻ, ഏത് റിയാക്ഷൻ? നമ്മുടെ ഈ സക്സിനിക് ഡീഹൈഡ്രേഷൻ ആക്ഷൻ. യെസ്, ദിസ് ആക്ച്വലി കൺവേർട്സ് ദ സക്സിനിക് ആസിഡിനെ ഫ്യൂമാറിക് ആസിഡ് ആയി മാറ്റുന്ന പരിപാടിയാണ് ആരെടുക്കുന്നത്? നമ്മുടെ ഈ ഒരു സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എടുക്കുന്നത്. ഇതായിരുന്നു ഇവിടുത്തെ എൻസൈം. ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വരുന്ന ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആണ് മാലോണേറ്റ്. ക്ലിയർ? ഓക്കെ, ഈ ഒരു ഐഡിയ ഷുഡ് ബി ദർ ഇൻ യുവർ മൈൻഡ്. നിങ്ങൾ ക്ലബ് സൈക്കിൾ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ബേസിക് റിയാക്ഷൻ പഠിക്കും. സോ അവിടുത്തെ ഒരു ഇൻഹിബിറ്റർ ആണ് നമ്മുടെ മാലോണേറ്റ്. ഈ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിലൊക്കെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ക്ലാസിക് എക്സാമ്പിൾ നമ്മുടെ സൈനൈഡിന്റെ സൈറ്റോക്രോം, അത് അതിലേക്ക് നമ്മൾ കിടക്കണ്ട, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് NCERT പറയാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഐ തിങ്ക് ഇൻഹിബിഷൻ ഓഫ് എൻസൈം ഈസ് വെരി ക്ലിയർ ഫോർ യു നൗ. ഈ ഇൻഹിബിഷൻ ഓഫ് എൻസൈമിൽ ഇനി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് തറോ ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഈസ് ഫൈൻ ഫോർ യു. ഇനി 2 സിമ്പിൾ ടോപ്പിക്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഫസ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ and nomenclature of enzymes. Classification and nomenclature of enzymes. ഇതാണ് ഫസ്റ്റ്. ഓക്കെ, ഇതിൽ നിങ്ങൾ അറിയേണ്ടത് എൻസൈമുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട് കേട്ടോ. എൻസൈമുകൾ എങ്ങനെയെങ്കിലും അല്ല, അതിന്റെ ഓർഡർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ പോളിമേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ പോളിമേഴ്സ് നമുക്ക് ഏത് ഓർഡറിൽ പറയാം അല്ലേ? പോളിസാക്കറൈഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, അല്ലെങ്കിൽ ഞാൻ ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീൻ, പോളിസാക്കറൈഡ് എങ്ങനെയും പറയാം. പക്ഷെ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈം നിങ്ങൾ പറയുമ്പോൾ ആ ഓർഡർ നിങ്ങൾ ഫോളോ ചെയ്യണം. ആ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓക്സിഡോ, ആ ഓർഡറിന്റെ ഒരു ഷോർട്ട് ഫോം, ആദ്യം ഓക്സിഡോ റിഡക്ടേസ് ആണ്, ദെൻ ട്രാൻസ്ഫറേസ് ആണ്, ദെൻ ഹൈഡ്രോളൈസ് ആണ്, ദെൻ നമുക്ക് ലയേസ് ആണ്, ഐസോമറേസ് ആണ്, ലൈഗേസ് ആണ്. ഓക്കെ, ഈ OTH ലിൽ എന്നുള്ള ഈ ഒരു ഷോർട്ട് ഫോം ഒന്ന് നോക്കി വെക്കണം. കാരണം എന്താണെന്നറിയോ? എൻസൈംസ് ആർ ആക്ച്വലി ഡിവൈഡഡ് ഇൻറ്റു 6 ക്ലാസ്സസ് എന്ന് NCERT കൊടുത്തത്. 6 ക്ലാസ്സസ് ആണ് ഈ കാണുന്നത്. ഈ 6 ക്ലാസ്സസിനെയും വീണ്ടും ഫർദർ ആയിട്ട് 4 to 13 സബ് ക്ലാസ്സസ് ആൻഡ് നെയിംഡ് അക്കോർഡിംഗ്ലി ബൈ എ 4-digit നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് NCERT ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് NCERT എന്ത് പറഞ്ഞിട്ടില്ല, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ആക്ച്വലി സ്പീക്കിംഗ് ക്ലാസ് ചിലപ്പോൾ നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കട്ടോ. 2.2 ഞാൻ വെറുതെ ഒരു കാര്യം കാണിക്കാം. 2.1.3.2 ഈ എൻസൈം എന്നായിരിക്കും പറയാം. അപ്പൊ ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? 2 സ്റ്റാൻഡ്സ് ഫോർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ ട്രാൻസ്ഫറേസ് ആണ്. ഈ ട്രാൻസ്ഫറേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ട്രാൻസ്ഫറേസിനെ തന്നെ വീണ്ടും നമ്മൾ ഒരുപാട് ഡിവിഷൻ ട്രാൻസ്ഫറേസിനുണ്ട്. ഓക്കെ, ഈ ട്രാൻസ്ഫറേസിന്റെ ഫസ്റ്റ് ഡിവിഷനിൽ കണ്ടോ, ഫസ്റ്റ് ഡിവിഷൻ ഇവിടെയാണ്. ഈ ഫസ്റ്റ് ഡിവിഷനിൽ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, അതിലെ തേർഡ് ഡിവിഷൻ എടുത്ത് അതിലും വീണ്ടും ഡിവൈഡ് ചെയ്ത് അതിലെ രണ്ടാമത്തെ ഡിവിഷൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതാണ് ഈ ഒരു 4-digit നമ്പർ. പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. 4 to 13 സബ് ക്ലാസ്സസ്. ജസ്റ്റ് നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. 6 ഉണ്ട്, അതിൽ 4 to 13 സബ് ക്ലാസ്സസ് ഉണ്ട്. അത് 4-digit നമ്പർ വെച്ചിട്ടാണ് നെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് NCERT പറഞ്ഞിട്ടുണ്ട്. അത്രയും മാത്രം, അതിൽ കൂടുതലൊന്നും പഠിക്കേണ്ട. ക്ലിയർ ആണല്ലോ? സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ഫൈൻ ഫോർ യു. നെക്സ്റ്റ് ഇതിലെ പേര് OTH ഓക്സിഡോ റിഡക്ടേസ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. ഫസ്റ്റ് വൺ ഈസ് ഓക്സിഡോ റിഡക്ടേസ്. ഓക്സിഡോ റിഡക്ടേസിന്റെ വേറെ പേര് ഡീഹൈഡ്രോജനേസ്. ഇതൊന്നുമില്ല, ഇത് നമ്മുടെ ഓക്സിഡോ റിഡക്ഷൻ. എന്തെങ്കിലും ഒരു സബ്സ്ട്രേറ്റ് റെഡ്യൂസ്ഡ് പ്ലസ് സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡ് അല്ലേ? നമ്മൾ ക്ലാസിക്കലി പറയുന്ന സാധനമാണ്. പ്രൈം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഓക്സിഡൈസ്ഡ് അല്ലെ, സബ്സ്ട്രേറ്റ് പ്രൈം റെഡ്യൂസ്ഡ് പ്ലസ് സബ്സ്ട്രേറ്റ് പ്രൈം ഓക്സിഡൈസ്ഡ്, ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു HCl
HCl plus FeO. എനിക്ക് നടക്കുമെന്നൊന്നും അറിയില്ല. H2O plus FeCl2 അല്ലേ? ഇതിലിപ്പോൾ കണ്ടോ ഈ ഓക്സിജൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. സോ ഈ ഹൈഡ്രജൻ കോട്ട് ഓക്സിഡേറ്റഡ്. പിന്നെ അല്ലേ അതിൽ കറസ്പോണ്ടിങ് H plus ഈ oxidoreductase it is based on the addition and subtraction or addition and deletion of H plus ion or electrons. അതിന്റെ ബേസിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. സോ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം പല ഡയമെൻഷനിൽ പറയാൻ പറ്റും. വാട്ട് എവർ രണ്ടും ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻസ് ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പർട്ടിക്കുലർ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകൾക്ക് വിളിക്കുന്ന പേരാണ് സിംപ്ലി ഓക്സിഡോറിഡക്ടേസ് ഓർ ഡീഹൈഡ്രോജനേസ്. ഓക്കെ, ഡീഹൈഡ്രോജനേസ്. ഈ ഡീഹൈഡ്രോജനേസ് ഇതൊക്കെ നിങ്ങൾ പ്ലാന്റ് റെസ്പിറേഷനിലും ഫോട്ടോസിന്തസിസിലൊക്കെ നിങ്ങൾ കാണുന്ന ഓരോ കാര്യങ്ങളാണല്ലേ ഡീഹൈഡ്രോജനേസ്. NADH ഒക്കെ വരുന്നിടത്തൊക്കെ നമ്മൾ ഈ ഡീഹൈഡ്രോജനേസുകളെ കാണുന്നുണ്ട്. ഓക്കെ ഫൈൻ. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ക്ലാസ് ഓക്സിഡോറിഡക്ടേസ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ട്രാൻസ്ഫറേസ് ആണ്. ട്രാൻസ്ഫറേസ് നമ്പർ 2 ഈസ് ട്രാൻസ്ഫറേസ്. അതിലും കൂടുതലൊന്നും പറയാനില്ല. ട്രാൻസ്ഫറേസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ ട്രാൻസ്ഫറേസ്, സപ്പോസ് ഒരു സബ്സ്ട്രേറ്റ് അതിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, സബ്സ്ട്രേറ്റ് പ്രൈം ഉണ്ട്, ഈ ഗ്രൂപ്പിനെ ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ദാറ്റ് ഈസ് സബ്സ്ട്രേറ്റ് പ്രൈമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പ്ലസ് സബ്സ്ട്രേറ്റ്. ഇങ്ങനെ ട്രാൻസ്ഫറേഷൻ ഇങ്ങനെ, സോ സബ്സ്ട്രേറ്റ് ഇവിടെ പ്രൈമോട് ഒറ്റയ്ക്കായിരുന്നു, ഈ ഗ്രൂപ്പിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. സോ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫറേസ്. സിമ്പിൾ അല്ലേ? നമ്പർ 3 ഒക്കെ നിങ്ങൾ പാരലലി NCERT വായിക്കണം കേട്ടോ. ഞാൻ ഓക്കെ, ഹൈഡ്രോളൈസ്. ഹൈഡ്രോളൈസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഹൈഡ്രോളൈസ് അത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഹൈഡ്രോളൈസിസ് അല്ലെ, ഹൈഡ്രോളൈസിസ് ഫോർ എക്സാമ്പിൾ നമ്മൾ വലിയ ആളുകൾ ഉണ്ടാകുന്നത് പറഞ്ഞു. അതായത് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് മോളിക്യൂൾ, 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ എങ്ങനെയായിരുന്നു കോമ്പൈൻ ചെയ്തത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ OHഉം അതേപോലെ തന്നെ അല്ലേ ഇവിടുത്തെ OHഉം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ ക്ലാസിക്കലി കാണൽ 1 to 4 നമ്മൾ 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ കൂടി ചേർന്ന് നമ്മുടെ മാൾട്ടോസ് മോളിക്യൂൾ ആയിരിക്കും. ഓക്കെ ഫൈൻ. സോ ഇതിൽ എങ്ങനെയായിരുന്നു ഇവർ കൂടി ചേർന്നതെന്ന് ആലോചിക്കാം. ഇതിൽ H2O മോളിക്യൂൾ പോയത് കൊണ്ടാണ്. കാരണം H2O മോളിക്യൂൾ പോയി. H2O മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടായി? H2O മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവര് പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ബോണ്ട് വരുന്നത് ഈ ഒരു ഓക്സിജൻ വെച്ചിട്ടായിരിക്കും. ബാക്കി ഓക്സിജൻ മാത്രമായിരിക്കും. ഇത് വെച്ചിട്ടായിരിക്കും ബോണ്ട് ഫോം ചെയ്തത്. ആര് പോയി? നമ്മുടെ ഈ ബാക്കി മോളിക്യൂളുകൾ പോയി, അതായത് H2O മോളിക്യൂൾ പോയി. ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് യുവർ ഐഡിയ? നമുക്ക് ഈ ബോണ്ടിനെ ഇനി പൊട്ടിക്കണം എന്ന് വിചാരിക്കാം. സോ ഇവിടെ ഇപ്പം ബോണ്ട് എങ്ങനെ ഫോം ചെയ്തത്? ഈ ഓക്സിജൻ ഒരു H2O മോളിക്യൂൾ. സോ ഹൈഡ്രോളൈസ് ഇനി ഈ ബോണ്ട് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ എക്സ്ട്രാ ഒരു വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ബോണ്ടിനെ പൊട്ടിക്കാം. വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ H+ഉം OH- ആണ്. ഈ H+ എങ്ങോട്ടേക്ക് പോകും? ഈ H+ ഇങ്ങോട്ടേക്ക് പോകും. OH- കംപ്ലീറ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് പോകും. സോ എന്നിട്ട് നമുക്ക് ഈ ബോണ്ടിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാം അല്ലേ? ഈ ബോണ്ടിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്തായി? ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തെന്ന് മാത്രമല്ല അതിലേക്ക് 2 മോളിക്യൂളിലേക്ക് വാട്ടറിനെ ആഡ് ചെയ്തു. ഐ മീൻ H+നെയും OH- ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ബോണ്ടിനെ പൊട്ടിച്ചത്. സോ ദാറ്റ് എന്തായി? സോ ദാറ്റ് ഇവിടെ ഒരു OH കിട്ടി. അതേപോലെ തന്നെ ഇത് പല കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. സോ പ്ലസ് OH. ഓക്കെ, ഇങ്ങനെ ഈ ബോണ്ടിനെ നമ്മൾ പൊട്ടി. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ ബോണ്ടിനാണ് പൊട്ടിച്ചതല്ല. ആ ബോണ്ട് പൊട്ടിക്കുക എന്ന് വെച്ചാൽ ലൈസ് ചെയ്യുക അല്ലെ? ലൈസ് ചെയ്തു പ്ലസ് ആഡിങ് ദ വാട്ടർ, ദാറ്റ് ഈസ് ബ്രേക്കിംഗ് ദ ബോണ്ട് ബൈ ആഡിങ് വാട്ടർ. അതിനാണ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വെറുതെ ഒരു ബോണ്ടിനാണ് പൊട്ടിച്ചെന്ന് വിചാരിക്കുക. വെറുതെ ഒരു ബോണ്ടിനെ പൊട്ടിക്കുന്നത് വെറും ലൈസിസ് ആണ്, ദാറ്റ് ഈസ് ലയേസ് ആണ്. സോ ഹൈഡ്രോളൈസ് എന്ന് പറയുന്നത് ഹൈഡ്രോളിസിസ് റിയാക്ഷൻ. ഈ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ നമ്മുടെ ബോഡിയിലെ എല്ലാ പർട്ടിക്കുലർ ഡൈജഷൻ പ്രോസസ്സിലും നിങ്ങൾ എടുത്തോളൂ. കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്ത് മോണോസാക്കറൈഡ് അല്ലെ, നമ്മൾ പോളിസാക്കറൈഡ് ഡൈജസ്റ്റ് ചെയ്ത് അവസാനം മോണോസാക്കറൈഡ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ആകുന്ന ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ ഒക്കെ അവിടെയൊക്കെ നടക്കുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ഏതാണ്? ഹൈഡ്രോളിസിസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഈ ഹൈഡ്രോളിസിസ് നടക്കുന്നത് ഈസ് ബേസ്ഡ് ഓൺ ഈസ് ബൈ ദ പ്രസൻസ് ഓഫ് വിച്ച് എൻസൈം? ഹൈഡ്രോളൈസ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ ഹൈഡ്രോളൈസ് കാറ്റലൈസ് ദ ഹൈഡ്രോളിസിസ്. ഓക്കെ, ആൻഡ് ഏതൊക്കെ ബോണ്ടാന്നുള്ളത് NCERT കൊടുത്തിട്ടുണ്ട്. എസ്റ്റർ ബോണ്ട്. കാരണം എസ്റ്റർ ബോണ്ട് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഒരു ആസിഡ് ഗ്രൂപ്പും ഒരു നമ്മൾ അമിനോ ആസിഡ് ഒക്കെ ജോയിൻ ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. പെപ്റ്റൈഡ് ബോണ്ട് ഫോം എവിടെ ഡീഹൈഡ്രേഷൻ വന്നോ അല്ലെ, ഏത് ബോണ്ടാണോ ഡീഹൈഡ്രേഷൻ വഴി ഫോം ചെയ്യുന്നത് ആ ബോണ്ടിനെ പൊട്ടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? വാട്ടറിനെ ആഡ് ചെയ്തിട്ട് അതിനെ പൊട്ടിച്ചാൽ മതി. ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ വാട്ടർ നഷ്ടപ്പെടുത്തിയിട്ടാണ് ആ ബോണ്ട് ഫോം ചെയ്യുന്നത് അല്ലെ? സോ വാട്ടറിനെ ആഡ് ചെയ്തിട്ട് ആ ബോണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാനും പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൈഡ്രോളൈസ്. And this catalyze the hydrolysis of ester, either peptide, glycosidic, C double bond, C halide, PN bond. അതൊക്കെ നോക്കി വെക്കാം. Okay, fine.
നമ്പർ 4 വെറും ലയേഴ്സ് ആണ്. ലയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാണ്. പക്ഷേ നമ്മൾ മിക്കവാറും ഒരു ബോണ്ട് നമ്മൾ പൊട്ടിക്കും. പക്ഷെ ബോണ്ട് പൊട്ടിക്കുമ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നില്ല, ഹൈഡ്രോളിസിസ് അല്ല, വാട്ടർ ആഡ് ചെയ്തിട്ടല്ല, ജസ്റ്റ് പൊട്ടിക്കുകയാണ്. ഓക്കെ, അതിൽ ഇൻസൈഡിൽ കൊടുത്തത് ശരിക്കും നോക്കി വെക്കണം. എക്സ് വൈ, ഇതിൽ നമ്മൾ ഈ എക്സിനെയും വൈനെയും എന്ത് ചെയ്തു, ഇവരെ രണ്ടുപേരും നമ്മൾ റിമൂവ് ചെയ്യാണ്. ഓക്കെ, അതായത് ഈ ബോണ്ടിനെ പൊട്ടിക്കുകയാണ്. ഈ ബോണ്ടിനെ പൊട്ടിച്ച സമയത്ത് ഈ എക്സും വൈയും ജോയിൻ ചെയ്തു. നമുക്കറിയാം ഇവിടെ ഇലക്ട്രോണിന്റെ ഷെയറിംഗ് വഴിയാണ് ഇവർ ബോണ്ട് ചെയ്തത് അല്ലേ. സോ ഈ ഇലക്ട്രോണിന്റെ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ആൻ ഇലക്ട്രോൺ, ഈ ഇത് വെച്ചിട്ട് ഇവർ ഷെയർ ചെയ്തു, കണ്ടോ, ഇവർ ഇത് വെച്ചിട്ട് ഷെയർ ചെയ്തു. സോ ഈ 2 ഇലക്ട്രോൺ ഇല്ലേ, അത് എന്തായിട്ട് ഫോം ചെയ്യും, യെസ്, അതൊരു ഡബിൾ ബോണ്ട് ആയിട്ട് ഫോം ചെയ്യും അല്ലേ. സോ ദിസ് ബോണ്ടഡ് ടു ഹിയർ, സോ ദിസ് ബോണ്ടഡ് ആസ് എ ഡബിൾ ബോണ്ട്. സോ ഇങ്ങനത്തെ തരം, അല്ലെങ്കിൽ സിംപ്ലി ഒരു സാധനത്തിന് ബ്രേക്ക് ചെയ്തിട്ട് 2C+C സിമ്പിൾ അല്ലേ, അങ്ങനെ വരുന്നത് വാട്ടറിനെ ആഡ് ചെയ്യാതെ ഫോം ചെയ്യുന്ന സാധനത്തിലൊക്കെ റിയാക്ഷൻ ഒക്കെ നമ്മൾ എന്ത് വിളിക്കും, ലൈസിസ്, ഓർ ദ എൻസൈം കാറ്റലൈസിങ് ദിസ് is also called as ലയേഴ്സ്. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് 2 ആളുകളല്ലേ ബാക്കിയുള്ളത്, യെസ്, ലിൽ ആണ്. ലയേഴ്സ്, ഐസോമറേസ് ആൻഡ് ലൈഗീസ്. ഐസോമറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐസോമറേസ് എന്ന് പറഞ്ഞാൽ യെസ്, കൺവേർഷൻസ് ഓഫ് ഐസോമേഴ്സ്. അതായത് ഇപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഫ്രക്ടോസ് മോളിക്യൂൾ ആയി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മോളിക്കുലർ ഫോർമുല മാറുന്നൊന്നുമില്ല, പക്ഷെ അതിന്റെ സ്ട്രക്ചറൽസ് മാറി അല്ലേ. നമ്മൾ അതിന് ജോമെട്രിക് ഐസോമേഴ്സ് എന്നൊക്കെ പറയും. പിന്നെ അതേപോലെ തന്നെ പൊസിഷണൽ ഐസോമേഴ്സ് ഉണ്ട്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഉണ്ട്. ഇവരുടെ ഒക്കെ തമ്മിലുള്ള കൺവേർഷൻ വിളിക്കുന്ന പേരാണ് ഐസോമറിസം. ആൻഡ് ദ എൻസൈം കാറ്റലൈസിങ് ദിസ് ഈസ് കാൾഡ് ഐസോമറേസ്. ആൻഡ് ലൈഗേസ്, വാട്ട് ഈസ് ലൈഗേസ്? ആ പേര് പോലെ ഉണ്ട്. ലൈഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോർഡിനേഷൻ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സോ 2 ബോണ്ടിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. സോ സി ഡബിൾ ബോണ്ട് ഓ, സി ഡബിൾ ബോണ്ട് എസ്, ഇങ്ങനെ ബോണ്ട് ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇങ്ങനെ ബോണ്ടിങ് ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ ലയേഴ്സ് എന്ന് വിളിക്കുക. സി എസ് പിന്നെ പി ഒ, ഇങ്ങനെ ബോണ്ട് ചെയ്യുന്നതിനാണ് അല്ലേ, ഇവരെ തമ്മിൽ കൈ എടുക്കുന്ന അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകൾക്ക് ലൈഗേസ് എന്നും വിളിക്കും. ഓക്കെ, ഇതിനൊന്നും കാര്യമായിട്ട് കൂടുതലൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് റഷ് ചെയ്യുന്നത്. ബിക്കോസ് ബീങ് എ ക്രാഷ് യു ഷുഡ് റീഡ് യുവർ NCERT മോർ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് കോഫാക്ടേഴ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോഫാക്ടേഴ്സ്, വെരി സിമ്പിൾ ബട്ട് ഫ്രീക്വൻലി this is an area of entrance. Okay, cofactors കുറച്ചൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിലെ എന്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ് ആവും. കോഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം എൻസൈം ഈസ് ആക്ച്വലി മെയ്ഡ് ഓഫ് പ്രോട്ടീൻസ്, നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഇൻ സർട്ടൻ സിറ്റുവേഷൻ there can be some non-proteinaceous part to the enzyme as well എന്ന് പറയാറുണ്ട്. Okay, there can be some non-proteinaceous portion to this enzyme. അതായത് നമ്മൾ സാധാരണ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇതിന് വേറൊരു വശമാണ് എൻസൈം പ്രോട്ടീൻ അല്ലാതെ എൻസൈമുകൾ ഉണ്ട് എന്ന് പറഞ്ഞു, നോൺ പ്രോട്ടീനേഷ്യസ് എൻസൈം അല്ലെ, റൈബോസൈം പറയുന്നത്. പക്ഷെ ഇതല്ല, ഇത് എൻസൈമിന് പ്രോട്ടീൻ പോർഷൻ ഉണ്ട്, അതിന് പുറമേ എന്തുണ്ട്, ഒരു നോൺ പ്രോട്ടീൻ പോർഷൻ കൂടെ ഉണ്ട്. സോ ദിസ് ഈസ് എൻസൈമിന്റെ പ്രോട്ടീൻ പോർഷൻ എന്ന് വിചാരിക്കാം. ആൻഡ് ഇതിലേക്ക് ഒരു എക്സ്ട്രാ എന്ത് വരികയാണ്, ഒരു നോൺ പ്രോട്ടീൻ പോർഷൻ കൂടെ വരികയാണ്. ഓക്കെ, അതാണ് ഞാൻ കാണിക്കാം, നോൺ പ്രോട്ടീൻ പോർഷൻ. ഓക്കെ, സോ ഇതിന് വിളിക്കുന്ന പേരാണ്, ഈ ഗ്രീൻ സാധനത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്, കോഫാക്ടർ. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കണം, കാരണം ഇതിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ പലർക്കും വരാറുണ്ട്. സോ അങ്ങനെ കോഫാക്ടർ വന്നു കഴിഞ്ഞാൽ ഇതിന് വിളിക്കുന്ന പേര് അപ്പോ എൻസൈം എന്നാണ്. എന്താണ് അപ്പോ എൻസൈം? അതായത് മെയിൻ പാർട്ട് ഓഫ് എൻസൈം അപ്പോ എൻസൈം ആണ്. ആൻഡ് ഇതിന് വിളിക്കുന്ന പേര് എന്തായിരിക്കും അറിയോ, യെസ്, കോഫാക്ടർ. ഓക്കെ, കോഫാക്ടർ. സോ അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ ഇസ് ഈക്വൽ ടു ഹോളോ എൻസൈം ഈസ് ഈക്വൽ ടു ഹോളോ എൻസൈം. മാറിപ്പോകരുത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോഫാക്ടറിനെ സംബന്ധിച്ചാണ്. അതായത് എൻസൈമുകളുടെ നോൺ പ്രോട്ടീനേഷ്യസ് സെഗ്മെന്റുകൾ ഏതൊക്കെയാണ് എന്നറിയാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ കോഫാക്ടർ എന്നുള്ളത് നോൺ പ്രോട്ടീനേഷ്യസ് ആണെങ്കിലും ഈ കോഫാക്ടറിന്റെ പ്രസൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ആക്ടിവിറ്റി ഓഫ് ദിസ് എൻസൈം ആസ് എ ഹോൾ എന്നും പറയാറുണ്ട്. ഈ കോഫാക്ടറിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എൻസൈം വെറും ഇനാക്റ്റീവ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? Now different types of cofactors ആണ് നമുക്ക് പറയാനുള്ളത്. Okay, so types of cofactors, this is very important മക്കളെ. Types of cofactors, number 1 is prosthetic group. ഈ prosthetic group ഞാൻ എന്ത് കാണിക്കാണ്, ഒരു ജസ്റ്റ് ഒരു ഇതിൽ കാണിക്കാൻ കേട്ടോ. ഓക്കെ, പ്രോസ്തെറ്റിക് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, പ്രോസ്തെറ്റിക് ഗ്രൂപ്പിൽ എൻസൈം ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ കോഫാക്ടറിന്റെ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അതായത് നല്ല സ്ട്രോങ് ബോണ്ടിലാണ് കോഫാക്ടർ ജോയിൻ ചെയ്തത്. കണ്ടോ, സ്ട്രോങ് ബോണ്ടിലാണ് ഈ കോഫാക്ടർ ജോയിൻ ചെയ്തത് എന്ന് മാത്രമല്ല
ഈ കോഫാക്ടർ എന്ന് പറയുന്നത് ഓർഗാനിക് മോളിക്യൂൾ ആണ്. ഓക്കെ, ദിസ് കോഫാക്ടർ ഈസ് എൻ ഓർഗാനിക് മോളിക്യൂൾ ആണ്. ഓക്കെ, ദിസ് ഇസ് എൻ ഓർഗാനിക് മോളിക്യൂൾ. എന്ന് മാത്രമല്ല ഇത് ഒരു സ്ട്രോങ് ബോണ്ട് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ടൈറ്റ്ലി ബൗണ്ട് ആണ്, ടൈറ്റ് ആണ് എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് and are distinguished from other cofactors in that they are tightly bound. അങ്ങനെ ടൈറ്റ്ലി ബൗണ്ട് അല്ലാത്ത ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ട്, അതിനെ നമ്മൾ കോ എൻസൈം, അത് നെക്സ്റ്റ് കാറ്റഗറിയാണ്, കോ എൻസൈം എന്നാണ് വിളിക്കുക. ഓക്കെ ഫൈൻ. സോ മക്കളെ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട് ഹീം, ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആയിട്ട് ഹീം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ സാധാരണ പറയുന്ന ഒരു റിയാക്ഷൻ ആണ് H2O2 splitting into H2O plus oxygen. ഓക്കെ, ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈം എന്ന് പറയുന്നത് പെറോക്സിഡേസും കാറ്റലൈസും ആണ്. ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന ഈ എൻസൈമുകളുടെ കോഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹീം മോളിക്യൂൾ ആണ് എന്നാണ്. സോ എക്സാമ്പിൾ ഓഫ് prosthetic group is heme is the prosthetic group of which enzyme? Of peroxidase and what? And catalase. ഈ ഒരു പോയിന്റ് നമുക്ക് അറിയണം. ഈ ഒരു ഇത് കാറ്റലൈസ് ചെയ്യുന്ന ഇതിന്റെ റിയാക്ഷനെ നമ്മൾ പറഞ്ഞു. സോ ഓർഗാനിക് ആണ്, ടൈറ്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റഡ് പോയിന്റ്. ഫൈൻ. നെക്സ്റ്റ് മക്കളെ നമുക്ക് നെക്സ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് കോഫാക്ടർ മാറിപ്പോകുന്നത്. നെക്സ്റ്റ് കോഫാക്ടർ ഈസ് കോ എൻസൈം ആണ്. പലർക്കും ഈ കോ എൻസൈം ആണ് കോഫാക്ടർ. നമ്മളെ ഹെഡിങ് കോഫാക്ടർ എന്നുള്ള ആലോചിച്ച് വെക്കണം. ഓക്കെ, ഞാൻ ഇനി ഒരു സിമ്പിൾ ഡയഗ്രാം കാണിക്കാം. നമ്മൾ നേരത്തെ എൻസൈം ആണ്, പക്ഷെ ഇവിടെ ഞാനിതാ ഇങ്ങനെ കാണിക്കാം. അതായത് ജസ്റ്റ് അധികം ടൈറ്റ് അല്ലാത്തൊരു ബോണ്ടാണ് ഏതുമായിട്ട്, നമ്മുടെ കോഫാക്ടറുമായിട്ട്. Okay, so this bond is very loose as well as this is a transient, only transient എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ ചിലപ്പോൾ അത് ഫോം ചെയ്യുള്ളൂ, ട്രാൻസിയന്റ് ആണ്. ഓക്കെ, അതായത് ഈ ഒരു കോഫാക്ടേഴ്സുകൾ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന സാധനമായിരിക്കും ഒരു പക്ഷേ. ഈ കോഫാക്ടേഴ്സിൽ എവിടെ എൻസൈമിക് ആക്ടിവിറ്റി വേണോ അപ്പോൾ പോയിട്ട് ആരായിട്ട് ബൈൻഡ് ചെയ്യും? നമ്മുടെ ഈ ഒരു എൻസൈം പോയിട്ട് ബൈൻഡ് ചെയ്യും. ആൻഡ് സച്ച് കോഫാക്ടേഴ്സ് ആർ കാൾഡ് കോ എൻസൈം. ഇതിനാണ് കോ എൻസൈം എന്ന് വിളിക്കുക. Okay, and this is also organic like the prosthetic group, but the bond is only transient. അതാണ് NCERT ൽ പറഞ്ഞത്. Okay, association is only transient occurring during the course of catalysis. Okay, ഇതിൽ എക്സാമ്പിൾ NCERT ൽ കൊടുത്തതും നോക്കി വെക്കണം. Example, for coenzymes serve as cofactor in number of different enzyme catalysis reactions എന്ന് കൊടുത്തിട്ടുണ്ട്. Essential chemical compounds of many coenzymes are vitamins ആണ്. വൈറ്റമിൻസുകളാണ്. coenzyme NAD and NADP ആണ്. Okay, example of coenzyme ആണ്. Example of coenzymes NAD and NADP. Okay, ഇവരുടെ കമ്പോണന്റ് ആയിട്ട് ഈ NAD NADP ന്റെ കമ്പോണന്റുകളായിട്ട് വൈറ്റമിൻസ് വരാറുണ്ട്. വൈറ്റമിൻ ഏതാണെന്ന് അറിയോ? വൈറ്റമിൻ B3 ആയിട്ടുള്ള നിയാസിൻ ഒക്കെ വരാറുണ്ട്. എന്ന് NCERT ൽ കൊടുത്തിട്ടുണ്ട്. Okay, this NAD or NADP, നിക്കോട്ടിനമൈഡ് അഡെനിൻ ഡൈന്യൂക്ലിയോടൈഡ്, നിങ്ങൾ നമ്മുടെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിലും ഫോട്ടോസിന്തസിലൊക്കെ NADP കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ NAD NADP ഇവർ കോഎൻസൈമുകൾക്ക് എക്സാമ്പിൾ ആണ്. ആൻഡ് ഇത്തരം കോഎൻസൈമുകളിൽ ചിലപ്പോൾ വൈറ്റമിൻസുകളും കാണാറുണ്ട്, ദാറ്റ് ഈസ് നിയാസിനൊക്കെ കാണാറുണ്ട് എന്നുള്ളതും NCERT പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കോ എൻസൈമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ തേർഡ് കാറ്റഗറി ഓഫ് കോഫാക്ടർ ആണ്. തേർഡ് കാറ്റഗറി ഓഫ് കോഫാക്ടർ ഒന്നുമില്ല, മെറ്റൽ അയോൺസുകളാണ്. ഏതാണ്? മെറ്റൽ അയോൺസ്. സോ മെറ്റൽ അയോൺസ് അതായത് ഇനോർഗാനിക് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ. സോ മെറ്റൽ അയോൺ എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് അല്ലേ, ഏതെങ്കിലും ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ആളുകൾ. ഇതിൽ ഒരുപാട് മെറ്റൽ അയോൺസ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സിങ്ക് ഒരു കോഫാക്ടറായി മാറാറുണ്ട്. ഫോർ ദ എൻസൈം. ഏത് എൻസൈമാണെന്നറിയോ? കാർബോക്സി പെപ്റ്റിഡേസ് ആണ് NCERT ൽ കൊടുത്തത്. കാർബോക്സി പെപ്റ്റിഡേസ് മാത്രമല്ല, സിങ്ക് ഈസ് ആക്ച്വലി എ കോഫാക്ടർ ഫോർ കാർബോക്സിപെപ്റ്റിഡേസ് ആസ് വെൽ ആസ് നമ്മുടെ കാർബോണിക് അൻഹൈഡ്രേസിനും ഈ സെയിം ആൾ തന്നെയാണ് കേട്ടോ. കാർബോണിക് അൻഹൈഡ്രേസ്. ഇനി അയേൺ ഉണ്ട്. നമ്മൾ സൈറ്റോക്രോം ഓക്സിഡേസ്, കാറ്റലൈസ്, പെറോക്സിഡേസ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റലൈസ് പെറോക്സിഡേസിനൊക്കെ മെറ്റൽ അയോൺസ് ആയിട്ടുള്ള അയേൺ Fe ആണ്. നമ്മുടെ നേരത്തെ കാറ്റലൈസും പെറോക്സിഡേസിനും Feയും വരാറുണ്ട്. നമ്മൾ നേരത്തെ ഹീമും പറഞ്ഞു, അതേപോലെ തന്നെ ഹീം എന്ന് പറയുന്നത് അയൺ കണ്ടെയ്നിങ് അല്ലേ.
ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റലൈസ് ആണ് ലാർജസ്റ്റ് എൻസൈം കേട്ടോ. ലാർജസ്റ്റ് എൻസൈം ആയിട്ട് നമ്മൾ കാറ്റലൈസിനെ പറയാറുണ്ട്. അതേപോലെ ഫാസ്റ്റസ്റ്റ് എൻസൈം നമ്മുടെ കാർബോണിക് ഹൈഡ്രേസ് നമ്മൾ പറഞ്ഞില്ലേ, ഫാസ്റ്റസ്റ്റ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾ നമ്മൾ പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും ഒരു കോഫാക്ടർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻസൈമിന്റെ ആക്ടിവിറ്റി ഉണ്ടാകില്ല. ഓക്കെ, സോ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോ എൻസൈം ദിസ് ഈസ് ദ കോ ഫാക്ടർ. മാറിപ്പോയത്, ഈ കോ ഫാക്ടറിന്റെ ടൈപ്പിലാണ് കോ എൻസൈം വരുന്നത്. പലർക്കും ഇത് കോ എൻസൈം ആയി മാറി, എൻസൈമിന്റെ ഒപ്പം കോ എൻസൈം ആണെന്ന് വിചാരിക്കരുത്. കോ എൻസൈം എന്ന് പറയുന്നത് ഓർഗാനിക് ട്രാൻസിയന്റ് ആണ്. ആൻഡ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർഗാനിക് ഗ്രൂപ്പ് ടൈറ്റ്ലി ബൗണ്ട് ആണ്. ആൻഡ് നെക്സ്റ്റ് ആരുണ്ട്, അയോൺസ്, മെറ്റൽ അയോൺസുകൾ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി സെഷൻ. ഇത്രയാണ് നമ്മുടെ ഈ ഒരു എൻസൈം എന്നുള്ള ടോപ്പിക്കിൽ, നമ്മുടെ ഈ ഒരു ഹോൾ ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഐ എം ഷുവർ, ഐ തിങ്ക് ഐ ഹാവ് കംപ്ലീറ്റഡ് ദ ഹോൾ ഏരിയ ഓഫ് ദിസ് ബയോമോളിക്യൂൾ. ഇനി ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. നമ്മൾ ഒരു ബ്രഷപ്പ് ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങളുടെ റോളും കൂടെ ഇതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊപ്പം നിങ്ങളും വായിച്ചു പോയാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. ഒപ്പം വായിക്കാതെ വെറും ക്ലാസ് മാത്രം കേട്ട കുട്ടികൾക്ക് ചിലപ്പോൾ കിളി പോയിട്ടുണ്ടാവും. കിളി പോയാൽ കിളിയെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് വർക്ക് ചെയ്തിട്ട് അങ്ങനെ പോകണം. ഓക്കെ, കോവിഡ് ആണ്, ഒരിക്കലും മടുപ്പ് വരരുത്. മടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ജസ്റ്റ് മോട്ടിവേറ്റ് യുവർ സെൽഫ്. അങ്ങനെ പതുക്കെ ജസ്റ്റ് ബൂസ്റ്റ് അപ്പ് യുവർ സെൽഫ്. അങ്ങനെ പതുക്കെ പോകണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഈ ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ ദിവസമാണ്. ഇത് എന്നാണ് നിങ്ങൾക്ക് വരിക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. സോ ഐ തിങ്ക് ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ some questions.